الحمد لله الواحد القهار والعزيز الغفار، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه الفائزين برضا الله، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل ما يعبأ بكم ربي لولا دعاؤكم. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, രക്ഷിതാവായ അല്ലാഹു അടിമയായ മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധത്തിന്റെ വേദി ഒരുങ്ങുന്നത് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിലൂടെയാണ്. ഒരു അടിമയെയും ഉടമയെയും, അല്ലെങ്കിൽ അടിമ തന്റെ രക്ഷിതാവുമായുള്ള പ്രാർത്ഥനയിലൂടെയാണ്, ദുആയിലൂടെയാണ് അല്ലാഹുവുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടുന്നത്. വിശ്വാസികളുടെ ഏറ്റവും വലിയ ആയുധമായി ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഒന്നാണ് പ്രാർത്ഥന. അതാണ് നാം ഇസ്ലാമിന്റെ പ്രചരണ രംഗത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിലേക്ക് കടന്നു വന്ന് അവരോട് ഈ ദൗത്യ നിർവഹണം നിർവഹിക്കുന്ന സമയത്തൊക്കെ തന്നെയും ആ ചെറിയ സംഘമായ വിശ്വാസി സമൂഹത്തിന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആയുധം എന്നുള്ളത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ദുആ മാത്രമായിരുന്നു. അതാണ് ബദറിന്റെ രംഗത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലാ തുഅബദ് ഫിൽ അർദ്. അല്ലാഹുവേ, ഈ ചെറു സംഘത്തെ എങ്ങാനും നീ പരാജയപ്പെടുത്തുന്ന, നശിപ്പിക്കുന്ന പക്ഷം നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം ഈ ഭൂമി ലോകത്ത് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത്. യഥാർത്ഥത്തിൽ മറുഭാഗത്തുണ്ടായിരുന്ന എണ്ണബലവും സംഘബലവും നമുക്കറിയാം. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരെ കൈവടിയുകയില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അവിടെ നാം കണ്ടത്. കാരണം വിശ്വാസികളുടെ കയ്യിൽ കറകളഞ്ഞ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഖുശൂഅ് നിറഞ്ഞ, ഭക്തി നിറഞ്ഞ, ഉള്ളറിഞ്ഞ പ്രാർത്ഥന ആ വിശ്വാസികളുടെ കൂടെയുള്ളത് കൊണ്ട് അള്ളാഹു ആ വിശ്വാസികൾ നടത്തിയ ഇസ്തിഗാസ അള്ളാഹു സ്വീകരിച്ചു. ഇസ്തിഗാസ എന്ന് തന്നെയാണ് അവിടെ ബദറിന്റെ രണാങ്കണത്ത് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ പ്രാർത്ഥനയെ ഇസ്തിഗാസ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മുടെ കേരളക്കരയിൽ പ്രത്യേകിച്ചും ഇസ്തിഗാസ എന്ന വാക്ക് പ്രാർത്ഥന എന്ന് പറയാതെ ഇസ്തിഗാസ അത് അല്ലാഹു അവന്റെ ഔലിയാക്കളോട്, അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളോട്, മഹത്തുക്കളോട്, മഹാന്മാരോടൊക്കെ ഇസ്തിഗാസ നടത്താം, ഇസ്തിഗാസക്ക് എന്താ കുഴപ്പം എന്ന രൂപത്തിൽ നമ്മുടെ സമൂഹത്തിലെ പുരോഹിത വർഗം ആ രൂപത്തിൽ ജനസമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞു പറ്റിക്കുന്നത് നമ്മൾ കാണുന്നു. ഇസ്തിഗാസക്ക് എന്താ കുഴപ്പം? ഇസ്തിഗാസ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് നമ്മൾ പറയുമ്പോ, അല്ലെങ്കിൽ അള്ളാഹുവോട് മാത്രമേ ആരാധിക്കാവൂ, പ്രാർത്ഥിക്കാവൂ, സഹായം തേടാവൂ, അഭ്യർത്ഥിക്കാവൂ എന്നിത്യാദി പ്രാർത്ഥനയുടെ ഏതെല്ലാം വശങ്ങളും അംശങ്ങളും വരുന്നുള്ളൂ അതൊക്കെ പടച്ചവനോട് മാത്രമേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ, ഒരു ഭാഗത്ത് ഇസ്തിഗാസ എന്ന പേരിൽ, അല്ലെങ്കിൽ ഇസ്തിഗാസ അത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളിലൂടെ അള്ളാഹുവിലേക്ക് അത് നടത്തുന്നതിൽ കുഴപ്പമില്ല. എന്താ അതിന്റെ ബുദ്ധിമുട്ട്, അതിലെന്താ പ്രശ്നം എന്നൊക്കെയുള്ള രൂപത്തിൽ
നമുക്ക് ആളുകൾ ആ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ പ്രാർത്ഥനയെ, ബദറിൽ നടത്തിയ പ്രാർത്ഥനയെ അല്ലാഹു പറഞ്ഞത് എന്താ? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. സൂറത്തുൽ അൻഫാലിലെ 9-ാമത്തെ ആയത്ത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ സഹായ തേട്ടം, ആ പ്രാർത്ഥന, ആ ഇസ്തിഗാസ, അതിനെക്കുറിച്ച് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു. ഇസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം എന്നാണ്. നിങ്ങൾ അള്ളാഹുവിനോട് സഹായ തേട്ടം നടത്തിയ സന്ദർഭം അത് ആരോടേ പാടുള്ളൂ? അള്ളാഹിനോട് മാത്രം. അല്ലാത്ത ഒരു പടപ്പിനുമില്ല, ഒരു മധ്യവർത്തിയും ഇടയാളനുമില്ല. അള്ളാഹുവിലേക്ക് നേരിട്ട്. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകർ കാണിച്ചത്. അപ്പൊ അള്ളാഹു എന്ത്? ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. 1000-ഓളം വരുന്ന മലക്കുകൾ അള്ളാഹു അയച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ, അല്ലെങ്കിൽ ആ മുസ്ലിം സൈന്യത്തെ രക്ഷിച്ചു, അല്ലെങ്കിൽ അള്ളാഹു വിജയിപ്പിച്ചു എന്ന് നമുക്ക് ആ വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ കാണാൻ കഴിയും. അപ്പോ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിന് നന്നായിട്ട് അറിയാം, എന്റെ പടപ്പായ മനുഷ്യൻ എന്നിലേക്ക് ആവശ്യക്കാരനാണ്, അവൻ ആവശ്യമുള്ളവനാണ്, അത് ഞാൻ നിറവേറ്റി കൊടുക്കേണ്ടവനാണെന്ന് അള്ളാഹ്ക്ക് ബോധ്യമുണ്ട്. പക്ഷെ മനുഷ്യന്മാർക്ക് അത് ബോധ്യമില്ല. ഞാനൊരു ആവശ്യക്കാരനാണ്, എന്റെ ആവശ്യം ഞാൻ തേടേണ്ടുന്നതും അഭ്യർത്ഥിക്കേണ്ടതും എന്റെ രക്ഷിതാവിനോടാണ് എന്ന ആ ബോധമില്ലാതെ പോയത് മനുഷ്യന്മാർക്കാണ്. പക്ഷെ അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഫുഖറാക്കളാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരൻ എന്നർത്ഥമാണ്. ആവശ്യക്കാരൻ എന്ന അർത്ഥത്തിലാണ് ഫക്കീറിന്റെ ഭാഷാർത്ഥം. വഅൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യമുള്ള ആൾക്കാരാണ്, അള്ളാഹുവിന് ആവശ്യമുള്ളവരാ നിങ്ങൾ. ഇത് റബ്ബ് നമ്മോട് പറഞ്ഞു. പക്ഷേ മനുഷ്യന്മാര് ഈ രൂപത്തിൽ നമ്മള് ധന്യനാണ്, നമ്മള് കുഴപ്പമൊന്നുമില്ല എന്ന തോന്നൽ മനുഷ്യന്മാർക്ക് ഉണ്ടായതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പാത വെടിഞ്ഞ് മനുഷ്യൻ അവന്റേതായ വഴികളിലൂടെ സഞ്ചരിക്കാൻ അവൻ തുനിയുന്നത് കൊണ്ടാണ്. ഇതെല്ലാം അറിയുന്നത് കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബു ലക്കും. നിങ്ങൾ ആവശ്യക്കാരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പ്രയാസങ്ങളും പരിഭവങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ള മനുഷ്യന്മാരാണെന്നറിയാം. ആ നിലക്ക് തന്നെ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾ ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് അള്ളാഹ് പറയാണ് ഉദ്ഉനി, എന്താവശ്യം നിങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് തേടിക്കോ, എന്നോട് പറഞ്ഞു, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം, അതിന് പ്രതിവിധി ഞാൻ തരാം എന്ന് അല്ലാഹു തആല മനുഷ്യനെ അറിയുന്ന പടച്ചവൻ, സൃഷ്ടിച്ചവനായ നാഥൻ പറയുമ്പോ ചില ആളുകൾ എന്ത് ചെയ്യും? അതൊക്കെ കേൾക്കാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ അത് ഈ പറയപ്പെട്ട ഏറ്റവും കാതലായ വശം എന്നോട് ചോദിക്കുക, ഞാൻ പറയാം, ഞാൻ ഉത്തരം നൽകാം എന്ന് അള്ളാഹു പറഞ്ഞതിനെ വിട്ടുകൊണ്ട് അവന്റെ പടപ്പുകളിലേക്ക്, സൃഷ്ടികളിലേക്ക് മനുഷ്യന്മാര് വഴിമാറി സഞ്ചരിച്ചു. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത് ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ, എനിക്കുള്ള പ്രാർത്ഥനയുടെ വിഷയത്തിൽ നിങ്ങൾ ആരെങ്കിലും അഹങ്കരിച്ച് വഴിമാറിപ്പോയാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ സമർപ്പിക്കേണ്ടത് അള്ളാഹുവിലേക്ക് മാത്രമാണ്. അവിടെയാണ് തവക്കുലുണ്ടാകുന്നത്, അവിടെയാണ് ഖുശൂഉള്ള പ്രാർത്ഥനയുണ്ടാകുന്നത്. ഇങ്ങനെ അള്ളാഹുവിലേക്ക് ആവശ്യങ്ങള്, അവനിലേക്ക് കൈകൾ ഉയർത്തി നമ്മൾ പറയുമ്പോ എങ്ങനെയാണ് പടച്ചവൻ ഒന്നും മറുപടി തരാതെ വെറുതെ വിടുക? അത് അള്ളാഹ്ക്ക് വലിയ നാണം, അല്ലെങ്കിൽ ലജ്ജ, അള്ളാഹുവിന് ലജ്ജയുണ്ടാക്കുന്ന ഒന്നാണ്. എന്റെ ഒരു അടിമ എന്നിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് പടച്ചവനെ അത് തരണം, ഇത് തരണം, എന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കണം, ഇത് ചെയ്യണം, ഞാൻ ഇങ്ങനെയുള്ളവനാണ്, ബുദ്ധിമുട്ടുണ്ട് പടച്ചവനെ, അതെല്ലാം നീ പരിഹരിക്കണം എന്ന് എന്നിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ട് അനക്കൊന്നുമില്ലടാ എന്നും പറഞ്ഞിട്ട് ഞാൻ വെറുതെ അവനെ കൈയൊഴിയുന്നത് അള്ളാഹ്ക്ക് എന്തുമാത്രം മോശമാണെന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇന്നല്ലാഹ ഹയ്യുൻ കരീം, അള്ളാഹു ഔദാര്യമുള്ളവനാണ്, അവൻ ഹയ്യാണ്. യസ്തഹീ ഇദാ റഫഅ അർ-റജുലു ഇലൈഹി യദൈഹി അൻ യറുദ്ദഹുമാ സിഫ്റൻ ഖായിബതൈൻ. തന്റെ അടിമ, ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് തന്നിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി അവൻ അവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്
അയ്യറുദ്ദഹുമാ സിഫ്റൻ ഖായിബത്തൈൻ, വെറും കൈയോടെ അവനെ കൈയൊഴിച്ചു വിടുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നാണിക്കുന്ന ഒന്നാണ്. അള്ളാഹ് അതൊരു മോശമായിട്ട് അവൻ കാണുന്ന ഒന്നാണ്. അപ്പൊ അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹു കൈയൊഴിയൂല, കൈവടിയുകയില്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി, ആ ഒരു വിശ്വാസത്തോടുകൂടി പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിലും അതിലൊക്കെ ഒരു ഖൈർ അള്ളാഹു നൽകിയിട്ടുണ്ടാകും. പറഞ്ഞ പാടന്നെ അതിന് ഉത്തരം കിട്ടിയില്ലല്ലോ, പഠിച്ചം കേട്ടില്ലല്ലോ എന്നല്ല നമ്മൾ ആശങ്കപ്പെടേണ്ടത്. അള്ളാഹു അതിനേക്കാളും വലുത് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടാകും. ഒന്നുകിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉത്തരം നൽകും, അല്ലെങ്കിൽ ഏതെങ്കിലും വിപത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മെ വഴിമാറി സഞ്ചരിപ്പിക്കും, നമ്മളെ ഒഴിവാക്കി തരും പടച്ചോൻ. ഇങ്ങനെ ഈ ചോദ്യത്തിന് ജവാബ് അള്ളാഹു നൽകുന്നത് പല നിലക്കാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ അള്ളാഹു വെറുതെ വിടൂല, അള്ളാഹു കൈയൊഴിയില്ല എന്ന വിശ്വാസത്തോടുകൂടി വിശ്വാസികളുടെ ഏറ്റവും വലിയ ആയുധവും അവനെ അള്ളാഹു പരിഗണിക്കുന്നതും ഈ പ്രാർത്ഥന കൊണ്ടാണ് എന്ന് തിരിച്ചറിയുക. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, ഓ പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകുവാനാണ്? അള്ളാഹുവിന്റെ പരിഗണന ലഭിക്കേണ്ടവരാണ് നമ്മൾ, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കാര്യങ്ങൾ എല്ലാ പ്രയാസങ്ങളും അവനിലേക്ക് നമ്മൾ ബോധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിവിധി നൽകും. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അവനോട് പ്രാർത്ഥന നിരതരാകുന്ന വിശ്വാസികളിൽ നമ്മെ അവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.